भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോത്പ്രേക്ഷക ആദിമധ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരശാസ്തിതാം. യം സംബദ്ധ്യ ജഹാത്യജാമനുഷയീ സുപ്തകുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 722 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ശ്രുതിഗീത എന്ന 87 അധ്യായം ഇന്ന് നമ്മൾ 3 ദിവസമാണ് അനുസ്മരിക്കുന്നത്. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഒരു ശ്ലോകവും പിന്നീട് 2 മുതൽ 13 കൂടിയുള്ള 12 ശ്ലോകങ്ങളും നമ്മൾ അനുസ്മരിച്ചു. ഇന്ന് ആ എങ്ങനെയാണ് ശ്രുതികൾ ഭഗവാനെ സ്തുതിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. സനന്ദനൻ പ്രധാന വക്താവായും മറ്റ് 3 പേര് സനാതനൻ, സനൽകുമാരൻ, സനകൻ എന്നിവര് ശ്രോതാക്കളായും ആണ് ഈ ചർച്ച അല്ലെങ്കിൽ നടക്കുന്നത്. അപ്പോൾ വേദ സ്തുതി എന്നുള്ള രീതിയിൽ ശ്രുതികൾ, ശ്രുതിദേവതകൾ, വേദദേവതകൾ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. ശ്രുതയ ഊചു എന്ന് പറഞ്ഞാണ് 14 ശ്ലോകം ആരംഭിക്കുന്നത്. ജയ ജയ ജഹ്യജാമജിത ദോഷഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ അഗജഗദോകസാമഖില ശക്ത്യവബോധക തേ ക്വചിദജയാത്മനാ ച ചരതോനുചരേന്നിഗമ അജിത ത്വം ജയ ജയ. ആർക്കും ജയിക്കാൻ സാധിക്കാത്ത, ജയിക്കപ്പെടാതിരിക്കുന്ന ഭഗവാനെ അങ്ങ് ജയിച്ചാലും ജയിച്ചാലും അങ്ങേ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയുള്ള അങ്ങ് ജയിക്കട്ടെ. ദോഷഗൃഭീത ഗുണ, ദോഷങ്ങളായി ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഗുണങ്ങളോടുകൂടിയ അജാം എന്ന് വെച്ചാൽ പ്രകൃതി, ജഹി ആ പ്രകൃതിയെ മോചിപ്പിക്കൂ. യത് ത്വം ആത്മന, ഏതൊന്ന് കാരണമാണോ അങ്ങ് ആത്മാവ് കൊണ്ട് സമവരുദ്ധ സമസ്ത ഭഗ, സ്വീകരിക്കപ്പെട്ട സകലങ്ങളായ ഐശ്വര്യങ്ങളോടുകൂടിയവൻ അസി ആകുന്നു. അഗജഗദോകസാം, അംഗങ്ങൾ ജഗത്തുക്കൾ ഇവയെ
ഓകസ്സുകളായി എന്ന് വെച്ചാൽ ശരീരങ്ങളായി സ്വീകരിച്ചിരിക്കുന്നവരുടെ അഖില ശക്തി അവബോധക, സകല ശക്തികളെയും ഉണർത്തുന്ന ഭഗവാനെ, അജയ പ്രകൃതിയോടും ആത്മനാച പുരുഷനോടും ചരതഃ ചരിക്കുന്നവനായിരിക്കുന്ന തേ അവിടുത്തെ നിഗമഃ ക്വചിത് അനുചരേത് വേദം ഒരേടത്ത് അനുചരിക്കും എന്ന് അതിൻ്റെ സാമാന്യമായ അർത്ഥം പറയുകയാണ്. ഹേ അജിത, നേരത്തെ പറഞ്ഞു ജയിക്ക ആർക്കും സാധിക്കാത്തവൻ അജിതൻ, അവിടുന്ന് എല്ലാ നിലയ്ക്കും ജയിക്കട്ടെ. അത്യാദരം കൊണ്ട് ആണ് ജയ ജയ എന്ന് പറയുന്നത്. ആ സന്തോഷം, ആ ബഹുമാനം, ജയ എന്ന് മാത്രമല്ല ജയ ജയ എന്ന് അവിടെ പറയുന്നു. ശ്രുതിദേവതകളുടെ പ്രാർത്ഥനയാണിത്. താൻ സൃഷ്ടിച്ച സകല ലോകങ്ങളെയും രക്ഷിച്ച് സംഹരിച്ച് യാതൊരു വ്യാപാരവും തന്നെ ബാധിക്കാതെ ആത്മാനന്ദത്തിൽ സ്വാത്മാനന്ദ സ്വരൂപനായി തൃപ്തനായി യോഗനിദ്രയിൽ ഇരിക്കുന്ന ഭഗവാൻ ഈശ്വരൻ. ഇനി ഭഗവാന് വേറൊരു ഉത്കർഷം ആവശ്യമില്ല. കാരണം ഈശ്വരന് തുല്യനായിട്ടോ ഈശ്വരിൽ നിന്ന് മുകളിലായിട്ടോ ആരുമില്ല. പിന്നെ എന്തുത്കർഷമാണ് ഈശ്വരന് നേടാനുള്ളത്? ഒന്നുമില്ല എന്ന് വന്നാൽ ഈ വേദങ്ങളുടെ പ്രാർത്ഥന സാർത്ഥകമാവില്ല. അതുകൊണ്ടാണ് എന്താ ചെയ്യേണ്ടത്? അജാം ജഹി, ഹേ അജിത, ആർക്കും ജയിക്കപ്പെടാൻ സാധിക്കാത്ത അജനായിരിക്കുന്ന ജന്മമില്ലാത്ത അവിടുന്ന് അജാം ജഹി പ്രകൃതിയെ ഉപേക്ഷിപ്പിച്ചാലും ഒരു പ്രാർത്ഥന. അവിടുത്തേതിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കളുടെ ജനന മരണ ബന്ധനത്തിന് കാരണം എന്താ? മുഖ്യ കാരണം, മൂലഹേതു അത് പ്രകൃതിയാണ്. ജീവാത്മാക്കൾക്കുള്ള ആ പ്രകൃതി ബന്ധം, ആ ബന്ധനം അവിടുന്ന് ഇല്ലാതെയാക്കണം. അത് ആർക്കേ സാധിക്കുള്ളൂ? അവിടുത്തേക്ക് മാത്രമേ സാധിക്കുള്ളൂ. അവിടുത്തെ കരുണാകടാക്ഷം കൊണ്ട് മാത്രമേ ഈ ബന്ധമാകുന്ന ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ ഓരോ ജീവനും സാധിക്കുകയുള്ളൂ. അപ്പോ അവിടുത്തെ കാരുണ്യം കൊണ്ട് മുമ്പില്ലാത്ത ഒരു ഉത്കർഷം അങ്ങയ്ക്കുണ്ടായി എന്ന് ജീവന്മാര് വിചാരിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഉത്കർഷത്തെ പ്രാപിക്കണം. അല്ലെങ്കിൽ ഞങ്ങളെ മായയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് മോചിപ്പിക്കണം. ഗുരുവായി ജീവഗതമായ അജ്ഞാനത്തെ മഹാവാക്യങ്ങളുടെ ഉപദേശം കൊണ്ട് അകറ്റുമ്പോ ജീവന്മാർ ഈശ്വര സ്വരൂപത്തെ അറിയണു. മഹാവാക്യങ്ങൾ അല്ലേ? പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്കുകൾ. അപ്പൊ ഈശ്വരൻ ഉത്കൃഷ്ടനാണ് എന്ന് ജീവന്മാർക്ക് തോന്നും. സത്യത്തിൽ ഈശ്വരൻ ഉത്കൃഷ്ടനാണ്, പക്ഷെ ജീവന്മാർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗുരുരൂപേണ ജീവന്മാരെ, ഓരോ ജീവനെയും അനുഗ്രഹിക്കാൻ അവിടുത്തെ കാരുണ്യം ഉണ്ടാവണം. വേദമാതാവ് ജീവപിതാവായിരിക്കുന്ന ഈശ്വരനോട് ചെയ്യുന്ന പ്രാർത്ഥനയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. പ്രകൃതിക്ക് അധീനരായ ജീവാത്മാക്കളെ ആ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈശ്വരനും, പ്രകൃതിക്ക് അധീതനാകുമെങ്കിൽ ജീവാത്മാക്കളെ എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും എന്നുള്ളതാണ് അജിത എന്ന വാക്കിലൂടെ സ്പഷ്ടമാക്കുന്നത്. ആർക്കും ജയിക്കാൻ സാധിക്കാത്തവനാണ്, എല്ലാവരെയും ജയിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. എല്ലാവരെയും ജയിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ പോലും ജയിക്കാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈശ്വരൻ ആചാര്യരൂപേണ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ എന്ന് പറഞ്ഞതുപോലെ ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രകൃതി ബന്ധം ഇല്ലാതെയാവുള്ളൂ. അജ്ഞാനമാകുന്ന ഈ ബന്ധം, ആ ഇരുട്ട്, അതില്ലാതെയാവണമെങ്കിൽ എന്ത് വേണം? വിജ്ഞാനമാകുന്ന ഭഗവാന്റെ കരുണയുടെ കിരണങ്ങൾ ജീവനിലേക്ക് പതിക്കണം. പ്രകൃതി ബന്ധം ഈശ്വരനില്ല. അതുകൊണ്ട് ജീവാത്മാക്കളെ പ്രകൃതിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഈശ്വരന് കഴിയുന്നാണോ? കഴിയും എന്ന് പറയുന്നു. ജീവന്മാർക്ക് പ്രകൃതി ബന്ധത്തെ ആരാണോ ഉണ്ടാക്കിയത് ആൾക്ക് മാത്രമേ ആ ബന്ധത്തെ ഇല്ലാതെയാക്കാനും സാധിക്കുകയുള്ളൂ. അല്ലേ? ഒരു ബന്ധം, ഒരു കെട്ടിട്ട ആൾക്ക് അത് അഴിക്കാൻ എളുപ്പമാണ്. ഇവിടെ അഗജഗതോകസാം അഖില ശക്തി അവബോധക എന്ന് ഈശ്വരന് വിശേഷണമായിട്ട് കൊടുത്തിരിക്കുന്നു. ചരാചരാത്മകമായിരിക്കുന്ന ചരങ്ങളും അചരങ്ങളും ചേർന്ന ശരീരരൂപത്തിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന സത്വ രജസ്തമോ ഗുണങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ചരാചര ശരീരങ്ങൾ,
അതിനെ ആശ്രയിക്കാൻ പോകുന്ന ജീവാത്മാക്കളുടെ കാര്യത്തെക്കുറിച്ച് അതത് ശക്തികളെ ഉണർത്തുന്ന അവിടത്തേക്ക് മാത്രമേ ഈ പ്രകൃതിയിൽ നിന്ന് മോചനം നൽകാനുള്ള അനുഗ്രഹവും നൽകാൻ സാധിക്കുള്ളൂ. പ്രകൃതി ബന്ധത്തെ ഉണ്ടാക്കുന്നത് അവിടുന്നാണ്. ആ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുന്നതും അവിടുന്ന് തന്നെയാണ്. പ്രകൃതി ബന്ധനം ജീവന്മാർക്ക് ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ദോഷഗൃഭീത ഗുണം അജാം എന്ന പദത്തിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നു പ്രത്യേകമായിട്ടുള്ള വിശേഷണം. പ്രകൃതി സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണ്. അപ്പൊ ഈ 3 ഗുണങ്ങളോടുള്ള ചേർച്ച കൊണ്ട് ജീവാത്മാക്കൾക്ക് ദേഹബുദ്ധി ഉണ്ടാവുകയും സ്വരൂപാനന്ദം ആത്മാനന്ദം ആത്മാവിൽ രമിക്കുന്ന ആത്മാരാമൻ എന്നുള്ള അവസ്ഥ നേടാനാവാതെ പോവുകയും ചെയ്യുന്നു. ശബ്ദാദി വിഷയങ്ങളിൽ ഭ്രമിച്ച് ആ യഥാർത്ഥമായ ആനന്ദം അറിയാതെ പോകുന്നു. അതുകൊണ്ട് ജനനമരണം അനുഭവിച്ച് പുനരപി ജനനം പുനരപി മരണം എന്നുള്ള രീതിയിൽ ഒരു ചക്രം പോലെ അത് അങ്ങനെ തിരിഞ്ഞും കൊണ്ടേയിരിക്കും. ആദ്യം ജനിക്കും, പിന്നെ മരിക്കും, വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും. എന്നാൽ ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കണില്ല. ഈ പാരതന്ത്ര്യത്തിൽ നിന്ന്, ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ സാധിക്കുള്ളൂ. ഭഗവാനാണ് ഇതിനെ ചേർത്ത് വയ്ക്കുന്നതും അതിൽ നിന്ന് മോചിപ്പിക്കുന്നതും. ഇപ്പൊ ജീവനെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നത് അത് ഈശ്വരനാണ്. അപ്പൊ ഈശ്വരൻ ജീവാത്മാക്കളെ എന്തിനാ പ്രകൃതിയോടുകൂടി ചേർക്കണത്? എന്തിനാണ് വിടർത്തണത്? അപ്പൊ അതുകൊണ്ട് ഈശ്വരൻ ചിലപ്പോ പ്രകൃതിയോട് ചേർന്ന് സൃഷ്ടിയാദികൾ നടത്തും. പ്രകൃതിയെ തന്നെ ലയിപ്പിച്ച് സ്വരൂപാനന്ദത്തിലേക്ക് തിരിയുകയും ചെയ്യും. അപ്പോ വേദം ആണ് ഇതിന് പ്രമാണം. ഞങ്ങൾ തന്നെയാണ് ഇതിന് പ്രമാണം എന്നാണ്. പ്രകൃതിയോട് ചേർന്നിരുന്നാലും പ്രകൃതിക്ക് അധീനനല്ല ഭഗവാൻ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈശ്വരന് അസ്വാതന്ത്ര്യമില്ല, സ്വരൂപ വിസ്മൃതിയില്ല, ശക്തിക്ഷയമില്ല. നിത്യ ആനന്ദമായി നിത്യസത്യമായി ഭഗവാൻ മിന്നിത്തുടങ്ങും. അപ്പൊ ജീവാത്മാക്കളെ അനുഗ്രഹിച്ച് അവരെ പ്രകൃതി ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുക. അതിന് അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്പൊ യോഗനിദ്രയിലാണെങ്കിൽ ഈ നിദ്രയിൽ നിന്ന് അങ്ങ് ഉണരണേ, എന്നിട്ട് സൃഷ്ടി ആരംഭിക്കണേ. ഇവിടെ ആ ജയ ജയാചിത ജഹ്യ ഗജംഗമാവൃതിമജാമുപനീത മൃഷാഗുണം നഹി ഭവന്തമൃതേ പ്രഭവന്ത്യമീ നിഗമഗീത ഗുണാർണവതാതവ. ശ്രുതിഗീതയുടെ സാരാംശമായിട്ട് ശ്രീധരാചാര്യർ എഴുതിയിരിക്കുന്നതിലെ ഒരു വരിയാണ്. പ്രകൃതിയാൽ പോലും ജയിക്കപ്പെടാതിരിക്കുന്ന ഭഗവാനെ, ഹേ സർവേശ്വര, സ്ഥിരചരങ്ങളായി ശരീരങ്ങളെ ധരിച്ച ജീവരാശികളുടെ നിത്യാനന്ദ സ്വരൂപത്തെ ഗുണങ്ങളെ കൊണ്ട് മറച്ചിരിക്കുന്ന പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്നും ഭഗവാനെ, ആ ജീവരാശികളെ മോചിപ്പിക്കാൻ അവിടുത്തേക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിനുള്ള കാരുണ്യം അങ്ങ് കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ശ്ലോകം. അടുത്ത ശ്ലോകം ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃതി വാ വികൃതാൽ അത ഋഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ഉപലബ്ധം ഏതദ് ബൃഹത് അവശേഷതയാ, കാണപ്പെട്ടതായി ബ്രഹ്മം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അത് അവയന്തി, ഞങ്ങൾ അറിയണു. അവികൃതാൽ, വികാരത്തോടു കൂടാത്തതായ ഏതൊന്നിൽ നിന്നാണോ വികൃതിക്ക് മണ്ണിലെന്നതുപോലെ ഉദയാസ്തമയവും ഉൽപ്പത്തിയും ലയവും ഉണ്ടാവുന്നത്, അത് കാരണം ഋഷികൾ ത്വയി മനോവചനാചരിതം, അങ്ങയിൽ മനസ്സുകൊണ്ടും വചനം കൊണ്ടുമുള്ള പ്രവൃത്തിയെ ധരിച്ചു. മനുഷ്യരുടെ ദത്തപദാനി ഭുവി കഥം അയഥാ ഭവന്തി, മനുഷ്യരുടെ വെക്കപ്പെട്ട കാലടികൾ ഭൂമിയിൽ എങ്ങനെയാണോ അതേപോലെ അന്യഥാ ഭവതി എന്നാണ്. ഇവിടെ ജയ ജയ ജഹ്യജാം എന്ന് പറഞ്ഞു. വേദങ്ങൾ അവിടുത്തെ വർണ്ണിക്കുന്നു. എങ്കിലും ചിലയിടത്ത് വേദവാക്യങ്ങളുടെ അർത്ഥം നോക്കുമ്പോൾ ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയവരുടെ മാഹാത്മ്യത്തെ പറയുന്നതായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ ഒന്ന് തന്നെയാണ്
എന്നുള്ളത് ഉറപ്പിക്കുക. ഇവിടെ സകലവും ബ്രഹ്മസ്വരൂപമാണ്. ഇല്ലാത്തതായി വരുന്ന പ്രളയത്തിലും അവശേഷിക്കുന്ന ഏക വസ്തു ഭഗവാൻ മാത്രമാണ്. ഇവിടെ മണ്ണുകൊണ്ട് കുടമുണ്ടാക്കി, ചരാതുണ്ടാക്കി, കലമുണ്ടാക്കി. പക്ഷേ ആ പദാർത്ഥങ്ങളുടെ ഉൽപ്പത്തിയും ലയവും എന്തിൽ നിന്ന് എന്തിലേക്കാണ്? മണ്ണിൽ നിന്ന് മണ്ണിലേക്കാണ്. ഇതേപോലെ ഇവിടെ ഭഗവാനിൽ നിന്ന് ഉണ്ടാകുന്നു, ഭഗവാനിലേക്ക് ലയിക്കുന്നു. ഇങ്ങനെ എല്ലാത്തിനും മുഖ്യ കാരണം ഭഗവാൻ തന്നെയാണ്. കാര്യങ്ങളൊക്കെയും കാരണാത്മകമായിരിക്കും എന്നുള്ളത് കൊണ്ട് അവിടുന്ന് നിന്നുണ്ടായതൊക്കെയും അവിടുന്ന് തന്നെ എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് ഇപ്പോ ഇന്ദ്രനായാലും ചന്ദ്രനായാലും അഗ്നിയായാലും ഏത് ദേവതാ സങ്കല്പവുമാവട്ടെ, അത് അവിടുത്തെ നിന്ന് വേറെയല്ല. ഇന്ദ്രാദിനാമങ്ങൾ പറഞ്ഞു വർണ്ണിക്കുന്ന വേദങ്ങൾക്കും അതുകൊണ്ട് സേവിക്കുന്നവരുടെ ധ്യാനത്തിനും സ്തുതികൾക്കും പരമാർത്ഥമായ ആ തലം എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്, ബ്രഹ്മത്തെ തന്നെയാണ്. പല പേരുകളിൽ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മന്ത്രങ്ങൾ കണ്ടുപിടിച്ച ഋഷീശ്വരന്മാര് അവരുടെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടുമുള്ള തങ്ങളുടെ പ്രവൃത്തികളെ മുഴുവനും ഭഗവാനിലേക്ക് എത്തിക്കുന്നു. ഇനി കല്ലിലോ മുള്ളിലോ ഇഷ്ടികയിലോ എവിടെ കാല് വെച്ചാലും അത് ഭൂമിയിൽ വെക്കപ്പെടുന്നു, മറ്റൊന്നിൽ വെച്ചതായിട്ട് പറയില്ല. നമ്മൾ പറയാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ താഴെ കാല് വെച്ചു, അത് എവിടെയാ വെക്കണത്? ഭൂമിയിൽ. അതുപോലെ ഏത് നാമധേയങ്ങൾ കൊണ്ട് ആരേ വേദം സ്തുതിച്ചാലും വർണ്ണിച്ചാലും അത് ഭഗവാനെ വർണ്ണിച്ചതായിട്ട് മാത്രമേ വരുള്ളൂ എന്നാണ്. ആരോട് എന്തു പറഞ്ഞാലും ആരെന്ത് വിചാരിച്ചാലും ആയതൊക്കെയും അങ്ങയെ ഉദ്ദേശിച്ചു ചെയ്തതാണ്. ശ്രീധരാചാര്യർ പറയുന്നു, ദ്രുഹിണ വന്ഹി രവി ഇന്ദ്രമുഖാമരാ ജഗതിതം ന ഭവേൽ പൃഥഗുദ്ധിതം ബഹുമുഖൈരപി മന്ത്രഗണൈരജസ്ത്വമുരുമൂർത്തിരതോ വിനിഗദ്യസേ എന്നാണ്. ബ്രഹ്മാവ്, ദ്രുഹിണ, വന്ഹി, രവി, ഇന്ദ്രൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, ഇങ്ങനെ പല ദേവന്മാരെ കുറിച്ച് വേദങ്ങൾ പറയുന്നുണ്ട് മന്ത്രങ്ങളിലൂടെ. അത് അങ്ങയിൽ നിന്ന് അന്യമായിട്ടല്ല, അങ്ങ് തന്നെയാണ് എന്ന് ചുരുക്കം. അവിടുന്ന് അനേക രൂപങ്ങളോട് കൂടിയവനാണ് എന്ന് മാത്രമേ ബഹുദേവതാവാചികളായിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. അല്ലാതെ അവ വേറെ വേറെ എന്നല്ല. നമ്മൾ ഓരോ ഈശ്വര സങ്കല്പത്തെയും ഓരോ പേരിട്ട് വിളിക്കുന്നു. പക്ഷേ അതെല്ലാം ആരാണ്? ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അവിടുത്തെ കൂടാതെ മറ്റ് ദേവന്മാർ ഉണ്ട് എന്ന് കാണിക്കുന്നതല്ല മന്ത്രം, മറിച്ച് എല്ലാ ദേവന്മാരും അവിടുന്ന് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് ആ മന്ത്രം. അങ്ങനെ അങ്ങയിൽ തന്നെ മനസ്സിനെ ലയിപ്പിക്കാൻ സാധിച്ചാൽ സർവാധിഷ്ഠാന സത്യസ്വരൂപൻ അവിടുന്ന് മാത്രമാണ് എന്ന് ബോധ്യം ഉണ്ടാവുക. ഇന്ദ്രാദികൾ കാര്യസ്വരൂപന്മാരും അവിടുന്ന് അതിൻ്റെ കാരണസ്വരൂപവുമാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഭഗവാനെ സ്തുതിക്കുകയാണ് വേദങ്ങൾ. ഇതി തവ സുരയസ്ത്രധിപതേഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു കിമുത പുന സ്വധാമ വിധുതാശയ കാലഗുണാ പരമ ഭജന്തിയേ പദമജസ്ര സുഖാനുഭവം. ഹേത്രധിപതേ, മൂന്ന് ലോകങ്ങളുടെയും അധിപതിയായിരിക്കുന്നവനെ, സൂരയ വിദ്വാൻമാര്, അഖില ലോക മലക്ഷപണ കഥാമൃതാബ്ധിം, സകല ലോകങ്ങളുടെയും ആ പാപങ്ങളെ നശിപ്പിക്കുന്ന കഥാമൃത സമുദ്രത്തെ അവഗാഹ്യ, ഇതിലേക്ക് പ്രവേശിച്ചിട്ട് തപാംസി, തപസ്സുകളെ, പാപങ്ങളെ, ദുഃഖങ്ങളെ ഒക്കെ ജഹു ഉപേക്ഷിച്ചു. ഹേ പരമ, അല്ലയോ എല്ലാത്തിനും ഉത്കൃഷ്ടനായിരിക്കുന്ന ഭഗവാനെ, യേ പുന, യാതൊരുത്തരാണോ പിന്നെ സ്വധാമവിധുതാശയ കാലഗുണ, സ്വരൂപകാന്തി കൊണ്ട് നശിക്കപ്പെട്ട അന്ധകരണത്തിന്റെയും കാലത്തിന്റെയും ഗുണത്തോടു കൂടിയവരായി അവിടുത്തെ അജസ്ര സുഖാനുഭവം, എപ്പോഴും സുഖത്തിന്റെ അനുഭവത്തോടു കൂടിയ പദം സ്വരൂപത്തെ ഭജിക്കുന്നു. പിന്നെ തേ കിമു, അവർ പറയണമെന്നാണ്. കാര്യകാരണ ന്യായങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന വിവേകികൾ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി.
ഈ മൂന്ന് ശക്തികൾക്ക് കാരണമായിരിക്കുന്ന സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങളെ മുഴുവൻ അടക്കിയിരിക്കുന്ന മായയെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കളിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെ അവിടുത്തെ സകല ലോക ദോഷഹരം ആയിരിക്കുന്ന കഥാമൃതം, ആ കഥാമൃതമാകുന്ന വലിയ സമുദ്രത്തിൽ ഇറങ്ങി ദുഃഖങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ കഥാശ്രവണം കൊണ്ട് തന്നെ ദുഃഖങ്ങൾ നശിക്കുന്ന സ്ഥിതിക്ക് ചിലര് സ്വസ്വരൂപ പ്രകാശം കൊണ്ട് അന്ധകരണധർമ്മങ്ങളായിരിക്കുന്ന രാഗദ്വേഷാദികളോടും അഖണ്ഡമായ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് എത്തും. അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കാലധർമ്മമായ ജരാമരണാദികളില്ലാതെയാവും. ആനന്ദത്തിന്റെ അനുഭവത്തിന് കാരണമായിരിക്കുന്ന ഭഗവാന്റെ പാദത്തെ സേവിച്ച് ദുഃഖങ്ങളെ ഉപേക്ഷിക്കണം. സകല ദേവഗണേരിത സദ്ഗുണസ്ത്വമിതി സർവമനീഷി ജനാരത ത്വയി സുഭദ്രഗുണശ്രവണാദിഭിസ്തവ പദസ്മരണേന ഗതക്ലമ എന്നാണ്. സകല ദേവന്മാരോടും കൂടി അവിടുത്തെ തന്നെ സ്തുതിക്കുന്നു എന്നറിഞ്ഞിരിക്കുന്ന വിദ്വാൻമാർ അങ്ങയുടെ ഗുണകഥാശ്രവണാദികൾ അതുകൊണ്ട് സന്തോഷിക്കുന്നവരാണ്, പാദസ്മരണം കൊണ്ട് ക്ഷീണം തീർക്കുന്നവരുമാണ്. അവരുടെ ജീവിതം അത്തരത്തിലാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. പിന്നീട് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ധൃതയ ഇവ ശ്വസന്ധ്യ സുഭൃതോ യദി തേനുവിധ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷുയാ സദസത പരം ത്വമധ യഥേഷ്വശേഷമൃതം. അസുഭൃത മനുഷ്യര് തേ അനുവിധ അങ്ങയുടെ അനുവിധന്മാരായി ഭവന്തീയതി അങ്ങനെ ആവുന്നുവെങ്കിൽ ശ്വസന്തി ശ്വസിക്കുന്നു, അന്യഥ അല്ലെങ്കിലോ ധൃതയാ ഇവ ധൃതികൾ പോലെ മഹദഹമായ ദയാ മഹത്വത്വം അഹങ്കാരതത്വം എന്നിവയെ യദനുഗ്രഹത യാതൊരുവന്റെ അനുഗ്രഹം കൊണ്ട് അണ്ടത്തെ അസൃജ സൃഷ്ടിച്ചു, പുരുഷവിധ പുരുഷസ്വരൂപനായി, അത്ര അന്വയ ഇതിൽ ചേർന്നവനായി, അന്നമയാദിഷു അന്നമയം തുടങ്ങിയ കോശങ്ങൾ, ചരമഹ ഒടുക്കത്തെ ആള്, ആരാണോ സത്വം അവനായിരിക്കുന്ന അവിടുന്ന്, സദസത സത്തിൽ നിന്നും അസത്തിൽ നിന്നും പരമായി അഥ അനന്തരം യേശു ഇവയിൽ അവശേഷിച്ചതായ സത്യം ഏതാണോ അതായി മാറുന്നു എന്നാണ്. മനുഷ്യൻ അവിടുത്തെ ഭജിക്കുന്നു. അവർ ജീവിച്ചിരിക്കുന്നത് സഫലല്ലേ? അങ്ങനെയാണെങ്കിൽ ഭജിക്കാതെ കാലം കഴിക്കുന്നവർ അവർ സത്യത്തിൽ തോൽ കൊണ്ട് തീയൂതാനുള്ള വസ്തു ഉണ്ടാക്കുന്നത് പോലെയാണ്. അതിലൂടെ കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, പുറത്തുള്ള കാറ്റ് ഉള്ളിലേക്കും പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ അവയ്ക്ക് ശ്വാസോച്ഛ്വാസം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അകത്തേക്കും പുറത്തേക്കും കാറ്റ് പോകുന്നുണ്ട്. ഇതേപോലെ അങ്ങയെ ഭജിക്കാതിരിക്കുന്ന സകല ജീവജാലങ്ങളും നമ്മൾ പറയും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ്. അങ്ങയെ സേവിക്കാത്തവരുടെ ജന്മം നിഷ്ഫലമാണ് ഭഗവാൻ. അവർ ശിവസ്വരൂപികളായിട്ടിരിക്കേണ്ട അവർ ജീവനുണ്ടെങ്കിലും ശവ തുല്യരാണ്. ഉപകാരം ചെയ്തവനെ ഓർമ്മ വയ്ക്കാതിരിക്കുക എത്രയോ നന്ദികേടാണ് അല്ലേ? അപ്പൊ അവിടുത്തെ ഭജിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ജന്മം കിട്ടിയിട്ടും അതിന് കാരണഭൂതനായിരിക്കുന്ന ഭഗവാനെ സ്മരിക്കാത്ത ആളുകൾ, അവര് കൃതജ്ഞരാണ്. ഇപ്പൊ ജീവന്റെ പരമമായ ഉപകാരത്തിനു വേണ്ടി അവിടുന്ന് ജനിച്ചു. എന്നാൽ അവിടുത്തെ ഭജിക്കാത്ത ആളുകളോ അവര് കൃതജ്ഞന്മാരാണ്. മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ ഇതൊക്കെ ഉണ്ടായ സമയം ഒരു കാര്യത്തെയും ജനിപ്പിക്കാൻ ശക്തി ഉണ്ടായില്ല. പിന്നെ അവിടുന്നാണ് എല്ലാത്തിലേക്കും തൻ്റെ ചൈതന്യത്തെ പകർത്തിയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സമഷ്ടിവൃഷ്ടി രൂപമായ ലോകത്തെയും ദേഹത്തെയും സൃഷ്ടിച്ചു. അങ്ങനെ ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുമ്പോ ദേഹസൃഷ്ടിയെക്കുറിച്ച് സഹായിച്ച ആ ഭഗവാനെ മറക്കുന്നത് ശരിയാണോ എന്ന് ഭാഗവതം ചോദിക്കുകയാണ്. ഈ ദേഹത്തിലുള്ളതും അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിങ്ങനെ ആ പറയുന്ന പഞ്ചകോശങ്ങൾക്ക് ചൈതന്യത്തെ ഉണ്ടാക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന്
കാണിക്കുന്നു. ഇപ്പൊ പഞ്ചകോശങ്ങൾക്ക് ചൈതന്യത്തെ ഉണ്ടാക്കുന്ന അവിടുന്നാണ്. അവിടുന്ന് അന്നമയാദി കോശങ്ങളിൽ പ്രവേശിച്ച് തത്തന്മയനായി പ്രകാശിക്കണു. വാസ്തവത്തിൽ ഇതൊന്നുമായും അങ്ങക്ക് ബന്ധമില്ല ഭഗവാനെ. കാരണം അന്നമയാദി കോശങ്ങളുടെ സ്വരൂപങ്ങളെ ഗുരുമുഖത്തിൽ നിന്നറിഞ്ഞ് അവയെക്കുറിച്ച് വിചാരം ചെയ്ത് നൈതി ഇതല്ല എന്ന് പറഞ്ഞ് അതിനെയൊക്കെ തള്ളി അപ്പുറത്തേക്ക് കടന്നു നോക്കുമ്പോഴാണ് ഒന്നിനോടും ചേരാതെ ആ ആനന്ദമയമായ കോശത്തിന്റെ സാക്ഷിയായി ഭഗവാൻ മിന്നി തിളങ്ങുന്നത് എന്ന് മനസ്സിലാവും. പ്രാണമയം, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം. അഞ്ചാമത്തേതാണ് ആനന്ദമയം. അപ്പൊ സ്വരൂപങ്ങളായിരിക്കുന്ന സദ്രൂപങ്ങളായ സ്ഥൂല വസ്തുക്കളിൽ നിന്നും അസദ്രൂപങ്ങളായ സൂക്ഷ്മ വസ്തുക്കളിൽ നിന്നും ഭിന്നനായി ഉണ്ടായതൊക്കെയും നശിക്കുന്ന സമയത്തും നാശമില്ലാതെ അചഞ്ചലനായി അവിടെ ആ അച്യുതനായി നിൽക്കുന്ന ഭഗവാൻ, സത്യവസ്തു ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാത്തിനും അധിഷ്ഠാനമായും ആത്മാവായും ഇരിക്കുന്ന അവിടുത്തെ ഭജിക്കാത്ത ആളുകൾ എന്താണ്? അവർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ളതാണ്. നരവപു പ്രതിപദ്യേതി ത്വയി ശ്രവണവർണ്ണന സംസ്മരണാദിഭി നരഹരേ ന ഭജന്തി നൃണാമിതം ധൃതിവദുച്ഛ്വസിതം വിഫലം തത. മനുഷ്യ ശരീരം കിട്ടിയിട്ടും അങ്ങയുടെ കഥാശ്രവണം, അവിടുത്തെ സ്വരൂപധ്യാനം ഇതൊക്കെ ചെയ്ത് ഭജിക്കുന്നില്ലെങ്കിൽ സത്യത്തിൽ ഈ അചേതനമായ പുകക്കുഴല്, നമ്മള് വിറകൊക്കെ കത്തിക്കാൻ കുഴലിലൂടെ ഊതും, അതിലൂടെ അകത്തേക്കും പുറത്തേക്കും വായു കിടക്കുന്നുണ്ട്. പക്ഷേ ശ്വാസോച്ഛ്വാസം എന്ന് പറയാൻ സാധിക്കുമോ? വേറൊരു പ്രയോജനവും ഇല്ല. ഇതേപോലെയാണ് അവിടുത്തെ ഭജിക്കാത്തവന്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 17ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. 18ാമത്തെ ശ്ലോകം മുതൽ നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.